ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഭക്ഷ്യവസ്തുക്കളെ GSTയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒക്കൽ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ഉപഭോക്തൃ ബോധവൽക്കരണ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആരോഗ്യത്തിന് ഹാനികരമായ മദ്യത്തെ ഭക്ഷ്യ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയതിൽ സമ്മേളനം പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TN മിഥുൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യങ്ങളുണ്ട്. കാരണം എല്ലാം നമുക്ക് സ്വന്തം നമ്മുടെ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഉൾപ്പെടെ എല്ലാം നമുക്ക് സ്വയം നിർമ്മിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുന്നത്, നല്ല ഉൽപ്പാദിക്കാൻ കഴിയുന്നതെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളം ഒരു പൂർണ്ണമായിട്ട് തന്നെ ഒരു 70% സാധനങ്ങളും ഉൽപ്പന്നങ്ങളും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരുത്തുന്ന സാധനങ്ങളാണ് ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം. അപ്പോൾ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പ്രസക്തിയും കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ അതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പുണ്യകുമാരൻ സാറിന്റെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ സംസാരം കേട്ടതിന് ശേഷം മാത്രമാണ് പൂർണ്ണമായി ഒരു മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഉപഭോക്തൃ ചൂഷണത്തിനെതിരെ എല്ലാവരും ജാഗരൂകരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ട്രഷറർ ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉപഭോക്തൃ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം ചെയ്തു. ഉപഭോക്തൃ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ സെൻട്രൽ പ്രൊട്ടക്ഷൻ അതോറിറ്റി നടപടി എടുക്കാത്തതുമൂലം അനുചിത വ്യാപാരം വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അവശ്യവസ്തുക്കളുടെ വില നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1986 നടപ്പാക്കിയിട്ട് അനേക വർഷം ആയിരിക്കുന്നു. അതിനുശേഷം ആ നിയമം 2 പ്രാവശ്യം ഭേദഗതി ചെയ്തു. ഇപ്പോൾ 2019 നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ ഒരു ഉപഭോക്തൃ നിയമം എന്ന പേരിൽ എന്ന രീതിയിൽ 2019 ആക്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് സംഘടനയുടെ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ വർഷം നമ്മൾ സംഘടനയുടെ അന്നത്തെ പ്രചാരണത്തിന്റെ ഭാഗമായി 100 പ്രഭാഷണങ്ങൾ ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊരു പ്രഭാഷണമാണ് നമ്മളുടെ ഒക്കൽ പഞ്ചായത്ത് ഹാളില് നടത്താമെന്നും ആ പ്രഭാഷണ വേളയിലെ ബോധവൽക്കരണ പ്രഭാഷണ പരിപാടിയിൽ വെച്ച് ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അതിപ്രശസ്തനായ ബാലസാഹിത്യകാരൻ സത്യൻ താനിപ്പുഴയെ ആദരിക്കാമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ സത്യൻ താനിപ്പുഴയെ സൗഹൃദം സെന്ററിന്റെ സാഹിത്യ അവാർഡ് നൽകി അദ്ദേഹം ആദരിച്ചു. പ്രശസ്ത ഹാസ്യ കഥാകൃത്ത് PC റോക്കിയുടെ മരണത്തെ അതിജീവിച്ച അനുഭവ കഥകൾ എന്ന കൃതി ജോർജ് തോമസും സത്യൻ താന്നിപ്പുഴയുടെ തവളയും അരയന്നങ്ങളും എന്ന പുസ്തകം പുന്നക്കൽ നാരായണനും പ്രകാശനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് G. രഞ്ജിത് കുമാർ അംഗത്വ വിതരണം നടത്തി. ജോൺസൺ കുന്നംപിള്ളി, മിഥുലാൽ മിത്ര, സുരേഷ് VP, MA ചന്ദ്രൻ, G. മോഹനചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ, കൺവീനർ TN നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രന്ഥകർത്താക്കളായ സത്യൻ താന്നിപ്പുഴ, PC റോക്കി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.